ഞാൻ സ്വാതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾജിബ്ര എന്ന ചാപ്റ്ററിനകത്തെ എക്സസൈസ് പാർട്ടാണ്. എക്സസൈസ് 11.5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോസും അതിന് വാട്ട് ഈസ് ഇക്വേഷൻ, അതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ, ഈ പോർഷൻസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെക്ക് ചെയ്ത് ആ വീഡിയോസൊക്കെ കണ്ട് ആ വീഡിയോസ് മനസ്സിലാക്കിയതിന് ശേഷം ഈ എക്സസൈസ് പാർട്ടിലോട്ട് വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളും സജഷൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാം വരികയാണ്, അപ്പോൾ നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും അഡ്വാൻസ് ആയിട്ട് ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾജിബ്ര എന്ന സെക്ഷനിലെ എക്സസൈസ് പാർട്ടാണ്. ഇക്വേഷൻ എന്താണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്നതിനും ഇക്വേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് എക്സ്പ്രഷൻ. ഓക്കെ, എക്സ്പ്രഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് ആണല്ലോ. രണ്ട് ടൈപ്പ് എക്സ്പ്രഷൻസ് ആണുള്ളത്. ഒന്ന് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, 7 + 3 ഇതൊരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആണ്. 4 × 12 ഇതൊരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഇനി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ വാരിയബിൾ എക്സ്പ്രഷൻ, ഇതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇതെങ്ങനെയായിരിക്കും? x + 3 3y t/5 y - 7. ഇതൊക്കെ എന്താണ്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ എക്സ്പ്രഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്, ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇക്വേഷനെ കുറിച്ചാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ x + 4 = 10. ഓക്കെ, ഇതെന്താണ്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷനെ രണ്ട് എക്സ്പ്രഷൻസിനെ ഈക്വൽ ടു വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്രഷൻസ് രണ്ട് എക്സ്പ്രഷനെ ഈക്വൽ ടു വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ x + 4 എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ്, 10 എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇനി സെപ്പറേറ്റ് ചെയ്യുന്നത് ഈക്വൽ ടു വെച്ചിട്ടാണ്. ഇതെന്താണ്? ഇതൊരു എക്സ്പ്രഷൻ ആണ്, ഇതും ഒരു എക്സ്പ്രഷൻ ആണ്. ഇതിനെ രണ്ടിനെയും ഈക്വൽ ടു വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷനകത്ത് ഈ ഈക്വൽ ടു സൈനിന്റെ ലെഫ്റ്റിലുള്ളതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. ഈക്വൽ ടു സൈനിന്റെ റൈറ്റിലുള്ളതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് എക്സ്പ്രഷൻസിനെ നമ്മൾ ഈക്വൽ ടു വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇക്വേഷനകത്ത് ഈക്വൽ ടുവിന്റെ ഈ സൈഡിലുള്ളതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നും ഇക്വേഷന്റെ ഇപ്പുറത്ത് ഉള്ളതിനെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. ഓക്കെ, ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തുള്ളതിനെ നമ്മൾ എന്ത് പറയും? റൈറ്റ് ഹാൻഡ് സൈഡ് എന്നും പറയും, റൈറ്റ് സൈഡിലുള്ളതിനെ. ഓക്കെ, ഇനി ഈ കേസിൽ ഈ ഇക്വേഷനിൽ ഈ വാരിയബിൾ എക്സിന് നമ്മളൊരു കണ്ടീഷൻ അസൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് കണ്ടീഷൻ? ഈ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 4ന്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫിക്സഡ് നമ്പർ ആയിട്ടുള്ള 10 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് വാരിയബിൾ ആണ്, 4 and 10 എന്നൊക്കെ പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പ്ലസ് എന്ന് പറയുന്നത് അവിടുത്തെ ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? വാരിയബിൾസ് ഉണ്ടാവും, കോൺസ്റ്റന്റ്സ് ഉണ്ടാവും, ഈക്വൽ സൈൻ ഉണ്ടാവും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സും ഒരു ഇക്വേഷനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എക്സിന് കൊടുക്കുന്ന കണ്ടീഷൻ എന്താണ്?
an equation is a condition on variable എന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ എക്സിന് ഒരു കണ്ടീഷൻ കൊടുക്കാണ്. എന്താണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്? എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 4ന്റെ കൂടെ ആഡ് ചെയ്ത ഫിക്സഡ് നമ്പർ ആയിട്ടുള്ള 10 എന്ന് നമുക്ക് കിട്ടണം. ഓക്കെ, അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. എക്സ് പ്ലസ് 4 is equal to 10 എന്ന് ഉദ്ദേശിക്കുന്നതും അതാണ്. അടുത്ത ഡെഫിനിഷൻ നോക്കാം. An equation is a condition on a variable. It is expressed by saying that an expression with a variable is equal to a fixed number. അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് 4 is equal to 10 എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് 4 is equal to 10. ഇതൊരു ഇക്വേഷൻ ആണ്. ഇത് ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ കേസിൽ നോക്കുമ്പോൾ എങ്ങനെ മനസ്സിലാവും? എക്സ് പ്ലസ് 4 എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ്. 10 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആണ്. രണ്ട് എക്സ്പ്രഷന്റെ ഇടയിൽ ഈക്വൽ ടു പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇക്വേഷൻ ആയി. ഓക്കെ, അതൊരു ഡെഫിനിഷൻ. നെക്സ്റ്റ് പറയുന്നത് an equation is a condition on a variable. ഒരു വേരിയബിളിന് കൊടുക്കുന്ന കണ്ടീഷൻ ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വേരിയബിൾ ആരാണ്? എക്സ് ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്, അതായത് ഇവിടെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 4ന്റെ കൂടെ ആഡ് ചെയ്ത ഫിക്സഡ് നമ്പർ ആയിട്ടുള്ള 10 കിട്ടണം. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? എക്സിന് നമുക്ക് ചുമ്മാ വാല്യൂസ് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ എടുക്കുന്ന വാല്യൂസ് 4ന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടുന്ന തരത്തിലുള്ള വാല്യൂസ് ആയിരിക്കണം നമ്മളിവിടെ എക്സിന് കൊടുക്കേണ്ടത്. അത്തരത്തിലുള്ള വാല്യൂസ് മാത്രമേ എക്സിന് കൊടുക്കാൻ പാടുള്ളൂ എന്ന കണ്ടീഷനാണ് ഇവിടെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് എക്സിന് കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഡെഫിനേഷൻ കൂടിയായി. ഇക്വേഷൻ ഈസ് എ കണ്ടീഷൻ ഓൺ എ വാരിയബിൾ. ഈ വാരിയബിളിന് ഒരു കണ്ടീഷൻ കൊടുക്കുന്നതും ഇക്വേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് എ എക്സ്പ്രസ്ഡ് ബൈ സേയിങ് ദാറ്റ് an expression with a variable is equal to a fixed number. അതായത് ഒരു വാരിയബിൾ ഉള്ള എക്സ്പ്രഷൻ, അതായത് ആൾജിബ്രായിക് എക്സ്പ്രഷൻ, വാരിയബിൾ എക്സ്പ്രഷൻ. അപ്പോൾ ഈ എക്സ്പ്രഷൻ വിത്ത് വാരിയബിള് നമ്മളൊരു ഫിക്സഡ് നമ്പറിനോട് ഈക്വൽ ടു ഇട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു വാരിയബിൾ ഉള്ള എക്സ്പ്രഷൻ ഒരു ഫിക്സഡ് നമ്പറിനോട് ഈക്വൽ ടു ഇട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അതിനെയും ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇക്വേഷന്റെ ഡിഫറെന്റ് ഡെഫിനേഷൻ ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇക്വേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ട് എക്സ്പ്രഷൻസിനെ ഈക്വൽ ടു സൈൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ രണ്ട് എക്സ്പ്രഷനെ ഈക്വൽ ടു സൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ കണ്ടീഷൻ ഓൺ എ വാരിയബിൾ. വാരിയബിളിന് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് എഴുതുന്നതിനെയും നമ്മൾ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി ഒരു വാരിയബിൾ ഉള്ള എക്സ്പ്രഷനെ നമ്മളൊരു ഫിക്സഡ് നമ്പറിനോട് ഇക്വേറ്റ് ചെയ്യുന്നതിനെയും നമ്മൾ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇക്വേഷൻ ഉള്ളത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇക്വേഷന് കുറച്ച് എക്സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കാം. 2n is equal to 10. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം? 10 ആയിരിക്കണം. അപ്പൊ അതാണ് ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ. എന്താണ്? n എന്ന് പറഞ്ഞ വാരിയബിളിന് കൊടുക്കുന്ന കണ്ടീഷൻ എന്താണ്? n എടുക്കുന്ന വാല്യൂസ്, അതായത് n കൊടുക്കുന്ന വാല്യൂസ് 2നോട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടേണ്ട ആൻസർ 10 ആയിരിക്കണം. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഈ 2n എന്ന് പറയുന്നത് ഒരു വാരിയബിൾ എക്സ്പ്രഷൻ ആണ് അല്ലേ? ആ വേരിയബിൾ എക്സ്പ്രഷൻ ഒരു ഫിക്സഡ് നമ്പറിനോട് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്താണെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഇക്വേഷന് കുറച്ച് എക്സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞത് ഇക്വേഷൻ ഹാസ് ടു സൈഡ്സ് LHS ആൻഡ് RHS ബിറ്റ്വീൻ ദം ഈക്വൽ ടു സൈൻ. ഓക്കെ, അപ്പൊ ഈ ഈക്വൽ ടു സൈനിന്റെ രണ്ട് സൈഡിലുള്ള നെക്സ്റ്റ് പറഞ്ഞത് ഇക്വേഷന് രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് LHS, അടുത്തത് RHS. ഓക്കെ, ഈ LHSനെയും RHSനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈക്വൽ ടു സൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷന് രണ്ട് സൈഡ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈക്വൽ ടു സൈൻ. അപ്പൊ അതും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഈ ഇക്വേഷന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമുക്ക് അതും കൂടെ ചെക്ക് ചെയ്തു. ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഇക്വേഷൻ ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇക്വേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അതിൽ ഈക്വൽ ടു സൈൻ ഉണ്ടായിരിക്കണം, അതിനകത്തൊരു വേരിയബിൾ ഉണ്ടായിരിക്കണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കണം, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരിക്കണം, ഒരു കണ്ടീഷൻ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം വേരിയബിളിന്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഇക്വേഷൻ ആവാനായിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
എക്സ് പ്ലസ് 20 ഈസ് ഈക്വൽ ടു 70. ഓക്കെ, അപ്പൊ ഇവിടെ വേരിയബിൾ ഉണ്ടല്ലേ എക്സ് എന്ന് പറഞ്ഞിട്ട്, ഇതിനെ നമുക്ക് ഈ ഒരു എക്സ് പ്ലസ് 20 എന്ന് പറഞ്ഞ എക്സ്പ്രഷനെ ഒരു ഫിക്സഡ് നമ്പറിനോട് ഈക്വൽ ടു ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈക്വൽ ടു ഫിക്സഡ് നമ്പർ ആണ് ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, ഈക്വൽ ടു സൈൻ ഉണ്ട്. സോ ഇതൊരു ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് 8 into 3 is equal to 24. ഇവിടെ വേരിയബിൾസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇതൊരു ഇക്വേഷൻ അല്ല. ഓക്കെ, ഇതൊരു ഇക്വേഷൻ അല്ല. നെക്സ്റ്റ് 2p greater than 30. ഇവിടെ എന്ന് പറയുന്നത് നോക്കി, ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ല, വേരിയബിൾ ഉണ്ട്, പക്ഷെ ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ലാത്തത് കൊണ്ട് ഇതും ഒരു ഇക്വേഷൻ അല്ല. നെക്സ്റ്റ് 20b is equal to 80. ഇവിടെയും അതെ, വേരിയബിൾ ബി ഉണ്ട്, ഇതൊരു ഇക്വേഷൻ ആണ് കാരണം ഈക്വൽ ടു സൈൻ ഉണ്ട്. സോ 20b is equal to 80 is an equation with വേരിയബിൾ ബി, ഇതൊരു ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് y/8 less than 50. ഇതെന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ അല്ല, കാരണം ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ല. നെക്സ്റ്റ് എക്സ് പ്ലസ് 10 equal to 30 എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട്, വേരിയബിൾ എക്സ് ആണ്. സോ എക്സ് പ്ലസ് 10 is equal to 30 is an equation with വേരിയബിൾ എക്സ്. Okay, p minus 3 equal to 7 is a equation with variable p. Okay, ഇവിടെ equal to sign ഉണ്ട്. Then 3n is equal to 21 is an equation with variable n. Okay, t by 5 is equal to 4 is an equation with variable t. ഇതൊരു ഇക്വേഷൻ ആണ്. ഇവിടെ ടി ആണ് വേരിയബിൾ, ഈക്വൽ ടു സൈൻ ഉണ്ട്. ഇവിടെ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് ഒരു ഫിക്സഡ് നമ്പറിനോട് ഈക്വലൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 2t + 3 = 7. ഇതും ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ വേരിയബിൾ ഏതാണ്? ടി ആണ്. ഈക്വൽ ടു സൈൻ ഉണ്ട്. ദെൻ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഒരു ഫിക്സഡ് നമ്പറിനോട് ഈക്വൽ ചെയ്തിരിക്കുകയാണ്. 2m - 3 എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒരു എക്സ്പ്രഷൻ. 2m - 3 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. അതിനെ ഈക്വൽ സൈൻ ഇട്ടിട്ട് ഒരു ഫിക്സഡ് നമ്പറിനോട് ഈക്വൽ ടു ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ആവാനായിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഈക്വൽ ടു സൈൻ ഉണ്ടായിരിക്കണം, ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, ഈ എക്സ്പ്രഷനിൽ ഒരു വേരിയബിൾ ഉണ്ടായിരിക്കണം, ഇവിടെ ഒരു ഫിക്സഡ് നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ an expression with variable equal to sign then ഒരു ഫിക്സഡ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഒരു ഇക്വേഷൻ. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് എൻ ഇക്വേഷൻ ആണ്. ഓക്കെ, the LHS of an equation is equal to RHS only for a definite value of the variable in the equation. Okay, we say that this definite value of the variable satisfies the equation. This value itself is called the solution of the equation. Okay, അപ്പോൾ നമുക്ക് എന്താ നോക്കാൻ പറഞ്ഞത്? x + 4 = 10 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ LHS എന്ന് പറയുന്നത് ഇതാണ്, RHS എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നത് LHS of an equation is equal to RHS only for a definite value of the variable in the equation. അപ്പോൾ ഈ ഇക്വേഷനിലെ വേരിയബിൾ ആരാണ്? x ആണ്. ഈ ഇക്വേഷനിലെ വേരിയബിൾ ആണല്ലോ. ഈ ഇക്വേഷനിലെ വേരിയബിൾ എക്സിന് ഒരു ഡെഫിനിറ്റ് വാല്യൂ കൊടുത്താൽ മാത്രമേ ഈ ഇക്വേഷനിലെ LHSഉം RHSഉം ഈക്വൽ ആകത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ ഇക്വേഷനിലെ LHSഉം RHSഉം ഈക്വൽ ആവണമെങ്കിൽ ഈ ഇക്വേഷനിലെ വേരിയബിളിന് ഒരു ഡെഫിനിറ്റ് വാല്യൂ കൊടുക്കണം. ഓക്കെ, അപ്പോ ഇവിടെ കൊടുക്കേണ്ട വാല്യൂ ഏതായിരിക്കണം? ഈ എക്സിന് നമ്മൾ 6 കൊടുത്തു എന്ന് വിചാരിക്കാം. 6 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? 6 + 4 എത്രയാണ്? 10 എന്ന് വന്നു. അതായത് 6 + 4 10 എന്ന് വന്നു, ഈക്വൽ ടു 10. LHS ഈക്വൽ ടു RHS എന്ന് വന്നു. ക്ലിയർ ആയോ? അപ്പോ 6 ആണ്, x = 6 എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. x + 4 = 10 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷന്റെ LHS എന്ന് പറയുന്നത് x + 4ഉം RHS എന്ന് പറയുന്നത് 10ഉമാണ്. ഓക്കെ, LHS = RHS ആയാൽ മാത്രമേ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ LHS = RHS ആവണമെങ്കിൽ ഈ ഇക്വേഷനകത്തെ വേരിയബിളിന് നമ്മൾ ഒരു വാല്യൂ കൊടുക്കണം.
ഈ ഇക്വേഷനകത്ത് വേരിയബിൾ ആരാണ്? എക്സ് ആണ്. എക്സിന് ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിന്റെ കൂടെ 4 ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 10 എന്നായിരിക്കണം. അങ്ങനെയുള്ള ഒരു വാല്യൂ മാത്രമേ നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 6നെ 4 കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 6 എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. എന്തുകൊണ്ടാണ് സൊല്യൂഷൻ ആയത്? 6 കൊടുക്കുമ്പോൾ ഇവിടെ LHSഉം RHSഉം ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, LHS എന്ന് പറയുന്നത് x+4 ആണ്. അത് 6 കൊടുക്കുമ്പോൾ 6+4 10 എന്ന് കിട്ടി. RHS ഓൾറെഡി അവിടെ എത്രയാണ്? 10 ആണ്. അപ്പൊ LHSഉം RHSഉം ഈക്വൽ ആവണമെങ്കിൽ ഇക്വേഷനിലുള്ള വേരിയബിളിന് നമ്മൾ ഒരു ഡെഫിനിറ്റ് വാല്യൂ കൊടുക്കണം. ആ ഡെഫിനിറ്റ് വാല്യൂവിനെയാണ് ആ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 2n = 10. ഈ കേസിൽ ഇവിടുത്തെ 2n എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ്പ്രഷൻ ആണ്. രണ്ട് എക്സ്പ്രഷൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈക്വൽ സൈൻ വെച്ചിട്ടാണ്. അപ്പോൾ 2n = 10 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ LHS എന്ന് പറയുന്നത് ആരാണ്? 2n ആണ്. ഓക്കെ, RHS എന്ന് പറയുന്നത് 10 ആണ്. നമുക്ക് ഈ ഇക്വേഷനിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ LHSഉം RHSഉം ഈക്വൽ ആയിട്ട് വരണം. LHSഉം RHSഉം ഈക്വൽ ആകണമെങ്കിൽ ഈ ഇക്വേഷനിലെ LHSൽ വരുന്ന വേരിയബിളിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡെഫിനിറ്റ് വാല്യൂ കൊടുക്കണം. ആ ഡെഫിനിറ്റ് വാല്യൂ LHSനെയും RHSനെയും ഈക്വൽ ആക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ n-ന് 1 കൊടുത്തു. n-ന് 1 കൊടുത്തപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? LHS എന്താ കിട്ടുക? എനിക്ക് 2 × 1 2 എന്നാ കിട്ടുന്നത്. RHS 10 ആണ്. അപ്പൊ 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 10 അല്ലേ? ഇവിടെ LHSഉം RHSഉം ഈക്വൽ ആവുന്നില്ലല്ലോ. n-ന് 1 കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് 2 ആണ്. പക്ഷെ എനിക്ക് 10 ആണ് കിട്ടേണ്ടത്. സോ ഇവിടെ n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇനി n-ന് ഞാനൊരു 2 കൊടുത്തു. n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? 2n എന്ന് പറയുമ്പോൾ 4 എന്നാണ് വരുന്നത് അല്ലേ? 2 × 2 4 എന്നാണ് വരുന്നത്. അപ്പൊ അതും അവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല, കാരണം നമുക്ക് 10 തന്നെ കിട്ടണം. n-ന് ഏത് വാല്യൂ കൊടുത്താലാണ് 10 എന്ന് കിട്ടാൻ നോക്കണം. ഓക്കെ, n-ന് ഞാനൊരു 5 കൊടുക്കാണ്. ഓക്കെ, ദെൻ 2 × 5 = 10 ആണല്ലോ. ഇപ്പൊ 2 × 5 കൊടുക്കുമ്പോൾ n-ന് 5 കൊടുക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ n-ന് കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 5 ആണ്. 5 കൊടുത്താൽ മാത്രമേ ഇതിന്റെ LHSഉം RHSഉം സെയിം ആയിട്ട് വരുന്നുള്ളൂ. LHSഉം RHSഉം സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിലുള്ള വേരിയബിളിന് നമ്മളൊരു ഡെഫിനിറ്റ് വാല്യൂ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയായാൽ മാത്രമേ ആ ഇക്വേഷനിൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ ആ സൊല്യൂഷനിൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട ഡെഫിനിറ്റ് വാല്യൂ ഏതാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ LHS എന്ന് പറയുന്നത് 2n ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2ന് ഇവിടെ n-ന് പകരം 5 കൊടുത്തു. 2 × 5 10 എന്ന് കിട്ടി. RHSഉം 10 എന്ന് കിട്ടി. അപ്പൊ LHS നമുക്ക് 10 എന്ന് കിട്ടി, RHSഉം 10 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? n = 5 എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഓക്കെ, n-ന് 5 കൊടുത്താൽ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യും. ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ കേസിൽ n = 5 ആണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. x+10 = 30. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആണ്. ഈക്വൽ ടു സൈൻ ഉണ്ട്. ഈക്വൽ ടു സൈനിന്റെ ഇപ്പുറത്തുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS, ഇപ്പുറത്തുള്ളത് RHS. ഇത് LHS, ഇത് RHS. ഓക്കെ, ഇതിനകത്തൊരു വേരിയബിൾ ഉണ്ട്. അതായത് രണ്ട് എക്സ്പ്രഷൻസിനെ ഈക്വൽ ടു സൈൻ വെച്ച് വേർതിരിക്കുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഈക്വൽ ടു സൈൻ ഉണ്ടായിരിക്കണം, അതുപോലെ വേരിയബിൾ ഉണ്ടായിരിക്കണം, നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിൽ നമുക്ക് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഇക്വേഷനിലെ വേരിയബിളിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം? ആ ഇവിടെ 30 എന്ന് കിട്ടണം. ഓക്കെ,
ഇപ്പൊ ഈ ഇക്വേഷനിൽ ഞാൻ എക്സിന് 20 എന്ന് കൊടുത്തു. 20 എന്ന് കൊടുക്കുമ്പോൾ LHS എന്ന് പറയുന്നത് എന്താണ്? x+10 ആണ് അല്ലെ? x+10 എന്ന് പറയുന്നത് എക്സിന് നമ്മൾ 20 കൊടുക്കുമ്പോൾ 20 + 10 30 എന്ന് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷന്റെ RHS എന്താണ്? 30 ആണ്. ഓക്കെ, ദെൻ LHS-ല് എക്സിന് നമ്മൾ 20 എന്ന് കൊടുത്തപ്പോൾ LHS-ഉം 30 കിട്ടി, RHS-ഉം 30 കിട്ടി. LHS = RHS. ഇങ്ങനെ LHS-ഉം RHS-ഉം ഈക്വൽ ആകുന്ന കേസിലാണ് ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ആ LHS-ഉം RHS-ഉം ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വാല്യൂ ആണോ എക്സിന് കൊടുത്തത് ആ വാല്യൂവിനെയാണ് നമ്മൾ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ LHS-ഉം RHS-ഉം ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വാല്യൂ ആണോ ഇക്വേഷനിലെ വേരിയബിളിന് കൊടുത്തത് അതിനെയാണ് ആ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ മെത്തേഡ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് m+10 = 16. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമ്മൾ എമ്മിന് ഒരുപാട് വാല്യൂസ് കൊടുത്തു നോക്കാം. ആദ്യം എമ്മിന് ഒരു 1 കൊടുത്തു നോക്കുക, 2 കൊടുത്തു നോക്കുക, 3 കൊടുത്തു നോക്കുക. ഏത് പർട്ടിക്കുലർ വാല്യൂവിലാണ് 16 കിട്ടുന്നത് എന്ന് നോക്കാം. അതായത് ഈ എക്സ്പ്രഷൻ സോൾവ് ചെയ്യുമ്പോൾ ഏത് പർട്ടിക്കുലർ വാല്യൂവിലാണ് 16 കിട്ടുന്നത് അതാണ് ആ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. m+10. ഓക്കെ, ദെൻ ഞാൻ എമ്മിന് വാല്യൂസ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, എമ്മിന് ഞാൻ വാല്യൂസ് കൊടുക്കാൻ പോവാണ്. എമ്മിന് ഞാൻ ആദ്യം കൊടുക്കുന്നത് 1 ആണ്. ദെൻ m+10 ചെയ്യുമ്പോൾ ഇവിടെ ഈ എക്സ്പ്രഷനിൽ എമ്മിന്റെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് കൊടുക്കണം. അപ്പോൾ 1+10 എത്രയാണ് വരുന്നത്? 1+10 = 11 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് എമ്മിന് ഞാൻ 2 കൊടുക്കാൻ പോവാണ്. ദെൻ ഇവിടെ ഈ എക്സ്പ്രഷനിൽ എമ്മിന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കാം. 2 കൊടുക്കുമ്പോൾ 2+10 എത്ര വരും? 12 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ 3 കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 13 എന്ന് വരും. 4 കൊടുക്കുമ്പോൾ 14 എന്ന് വരും. ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ആ വാല്യൂസ് കൊടുക്കുക, ദെൻ 10ന്റെ കൂടെ ആഡ് ചെയ്യുക, അപ്പോഴാണ് ഈ വാല്യൂസ് കിട്ടുന്നത് m+10 എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 5, ദെൻ 15 എന്ന് വരും. 6 കൊടുക്കുമ്പോൾ 16 എന്ന് വരും. 7 കൊടുക്കുമ്പോൾ 17 എന്ന് വരും. 8 കൊടുക്കുമ്പോൾ 18 എന്ന് വരും. 9 കൊടുക്കുമ്പോൾ 19ഉം 10 എന്ന് കൊടുക്കുമ്പോൾ 20 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടേബിളിലോട്ട് നോക്കാം. ഏത് വാല്യൂ കൊടുത്തപ്പോഴാണ് ഇവിടെ 16 എന്ന് വന്നത് എന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ 16 എന്ന് വന്നത്. അതായത് എമ്മിന് 6 എന്ന് കൊടുത്തപ്പോഴാണ് നമുക്ക് 16 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ LHS എന്ന് പറയുന്നത്, ഈ ഇക്വേഷനിൽ LHS എന്ന് പറയുന്നത് m+10 ആണ്. അപ്പോൾ m+10 അതായത് LHS എപ്പോഴാണ് RHS-നോട് ഈക്വൽ ആയത് എന്ന് നോക്കാം. ഇവിടെ RHS എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഓക്കെ, അപ്പോൾ LHS ഏത് കേസിലാണ് 16നോട് ഈക്വൽ ആയത് നോക്കാം. അപ്പോൾ LHS എന്ന് പറയുന്നത് m+10 ആണ്. m+10 എവിടെയാണ് 16നോട് ഈക്വൽ ആയത്? ഈ കേസിൽ ഇവിടെ എമ്മിന് കൊടുത്ത വാല്യൂ ഏതാണ്? 6. ഓക്കെ, അപ്പോൾ m = 6 എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ m = 6 എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം എന്താണ് നമ്മൾ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ആ ഇക്വേഷനിലുള്ള വാരിയബിളിന് ഒരുപാട് വാല്യൂസ് കൊടുത്തു നോക്കുക. ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് RHS-നോട് ഈക്വൽ ടു വരുന്നത്, ഓക്കെ, RHS-നോട് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ വരുന്നത്, ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇതാണ് LHS m+10 എന്ന് പറയുന്നത്. അപ്പോൾ ഈ LHS 16നോട് ഈക്വൽ ആയത് ഈ 6 എന്നുള്ള
എമ്മിന് 6 കൊടുത്തപ്പോഴാണ്. അപ്പൊ 6 ആണ് ഇവിടെ എമ്മിന്റെ സൊല്യൂഷൻ, ഇക്വേഷന്റെ സൊല്യൂഷൻ. ഒരു എക്സാമ്പിൾ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ എക്സാമ്പിൾ പറയുന്നത് 5t = 35. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനകത്ത് ടിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് LHS = RHS ആവുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്ക് ഒരുപാട് വാല്യൂസ് കൊടുത്തു നോക്കാം. ഏത് കേസിലാണ് LHS എന്ന് പറയുന്നത് RHS ഈക്വൽ ആവുന്നത്, ആ കേസിൽ കൊടുത്ത വാല്യൂ ആണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ 1 2 3 4 5 6 7. ഇവിടെ ടിക്ക് കൊടുക്കുന്ന വാല്യൂസ് ഇവിടെ 5t. അപ്പൊ ഈ ഇക്വേഷന്റെ LHS എന്ന് പറയുന്നത് ഇതാണ്, RHS എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് LHS = RHS ആകണം. LHS എന്ന് പറയുന്നത് അപ്പൊ 5t അല്ലേ, അപ്പൊ 5t ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഈ LHS എന്ന് പറയുന്നത് RHS, LHSന് നമുക്ക് ഇവിടെ RHS ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്നത് ഏത് പോയിന്റിലാണെങ്കിൽ ആ പോയിന്റ് ആണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ടിക്ക് ഞാനൊരു 3 കൊടുത്തു, ദെൻ 5 × 3 എന്ന് കൊടുക്കണം. ആൻസർ 15 എന്ന് വരും. 5t കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ടിയുടെ സ്ഥാനത്ത് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 × 3 15. ഓക്കെ, നെക്സ്റ്റ് ഒരു 4 കൊടുത്തു, ദെൻ 5 × 4 20. 5 കൊടുത്തു, 5 × 5 25. Then 6 കൊടുത്തു, 5 × 6 30. Then 7 കൊടുത്തു, 5 × 7 35. Okay, 8 കൊടുത്തു, 5 × 8 40. 9 കൊടുത്തു, 5 × 9 45. 10 കൊടുത്തു, 5 × 10 50. ഓക്കെ, അപ്പൊ LHS എന്ന് പറയുന്നത് 5t ആണ്. 5t എന്ന് പറയുന്നത് RHS ആയിട്ടുള്ള 35 എവിടെ വെച്ചാണ് ഈക്വൽ ആയതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ LHS എന്ന് പറയുന്നത് എത്രയാണ്? 5t. RHS എന്ന് പറയുന്നത് 35. അപ്പൊ 5t എപ്പോഴാണ് 35 ഈക്വൽ ആയതെന്ന് നോക്കാം. അപ്പൊ 5t ഇവിടെ എവിടെയാണ് 35 ഈക്വൽ ആയത്? 5t ഇവിടെയാണ് 35 ഈക്വൽ ആയത്. ഓക്കെ, അപ്പൊ 35 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 5 × ടിക്ക് കൊടുത്ത വാല്യൂ ഏതാണ്? 7. ഓക്കെ, അപ്പോ t = 7 ആകുമ്പോഴാണ് 5 × t, അതായത് 5 × 7 35 ആകുന്നത്. അതായത് LHS = RHS ആകുന്നത്. ഓക്കെ, അപ്പോ t = 7 is the solution of the equation 5t = 35. നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? t = 7 is the solution of the equation 5t = 35. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ ഓൾജിബ്ര എന്നുള്ള ചാപ്റ്ററിനകത്ത് പഠിച്ച ഇക്വേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഈ ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.